ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറേ നാളുകളായി കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അസാധാരണമായ നീക്കമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് സൈന്യം 50 പ്രദേശങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് 50 പോയിന്റുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാനമായി ഈ മലയോര മേഖലകൾ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഈ മലയോര മേഖലയും വനപ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കും, ആ മേഖലയിൽ പരിചയസമ്പന്നരായ ട്രൂപ്പുകളെ വിന്യസിക്കുമാണ് സൈന്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനെ സോൺ തിരിച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട 3 സോണുകൾ തിരിച്ച് ആ പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദോഡ, പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിലെ ഈ പ്രദേശങ്ങൾ, മലയോര മേഖലകളാണ് ഇപ്പോൾ സേന വളഞ്ഞിരിക്കുന്നത്. ഇവിടങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ തന്നെ സൈനിക വാഹനങ്ങൾ നീങ്ങുന്നതായിട്ട് പ്രാദേശിക മാധ്യമങ്ങളും അവിടുത്തെ കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും വലിയ രീതിയിൽ തന്നെ സൈന്യവും ആയുധങ്ങളും എല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട ഈ മലയോര മേഖലയിൽ ദോഡയും പൂഞ്ചും രജൌരിയും അടക്കമുള്ള 3 പ്രധാന മേഖലയെ ആ മേഖലയിൽപ്പെടുന്ന 50 പ്രധാന പോയിന്റുകൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ സേന വിന്യാസം നടക്കുന്നത് എന്നാണ്. കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു, വലിയ നഷ്ടം ഭീകരർക്കുണ്ടാകുന്നു, ഒപ്പം തന്നെ നമ്മളുടെ ധീര ജവാന്മാർക്ക് വീരമൃത്യു വരിക്കുന്ന സാഹചര്യവും കൂടി നിലനിൽക്കുന്നു. ഏതായാലും ഒരു വലിയ പോരാട്ടം തന്നെയാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു, കാരണം ഇതൊരു അവസാന പോരാട്ടമാണ്, അത് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്നു. അതായത് വലിയ ഒരു പോരാട്ടം തന്നെ കാശ്മീരിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിവിധ മാധ്യമങ്ങളിൽ നിന്നും മറ്റു സോഴ്സുകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഏതായാലും വലിയ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഒന്നും മാധ്യമങ്ങൾ അവിടെ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യവും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.